പൊട്ടിപ്പൊളിഞ്ഞ ഇരിപ്പിടങ്ങൾ, തകർന്ന് തരിപ്പണമായ നടപ്പാതകൾ, പ്രവർത്തനരഹിതമായ വഴിവിളക്കുകൾ, സാമൂഹ്യവിരുദ്ധരുടെ ശല്യം വേറെയും. മികച്ച ബീച്ചുകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഫോർട്ട് കൊച്ചി ബീച്ചിൽ കോടികൾ മുടക്കിയിട്ടും ശോചനീയാവസ്ഥയ്ക്ക് മാത്രം മാറ്റമില്ല. ഇക്കുറി ബജറ്റിൽ 5 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ നവീകരണത്തിനായി മാറ്റിവച്ചിട്ടുള്ളത്. 2 വർഷം മുൻപ് KMRL 1.5 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ച് പൂർത്തീകരിക്കാതെ പ്രവർത്തനങ്ങൾ അനന്തമായി തുടരവെയാണ് ബജറ്റിൽ പുത്തൻ പ്രഖ്യാപനം. പലകുറി ഇത്തരത്തിൽ നിരവധി കോടികൾ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അധികൃതർ ചെലവഴിച്ചിട്ടും ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. ടൂറിസം സീസൺ തുടങ്ങിയിട്ടും വിരലിൽ എണ്ണാവുന്ന വിദേശികൾ മാത്രമാണ് കൊച്ചിയിലെത്തുന്നത്. അതും മട്ടാഞ്ചേരി കൊട്ടാരവും ജൂതപ്പള്ളിയും കാണാൻ മാത്രം. 5 കോടിയുടെ പദ്ധതി എന്ത്? നവീകരണത്തിന് ഫോർട്ട് കൊച്ചി ബീച്ചിന് 5 കോടി ബജറ്റിൽ വിലയിരുത്തിയെങ്കിലും ജോലികൾ എന്ന് തുടങ്ങുമെന്ന് ഒരു എത്തുപിടിയുമില്ല. മുൻവർഷങ്ങളിലും കോടികൾ സർക്കാർ മുടക്കിയെങ്കിലും പലരുടെയും പോക്കറ്റുകൾ വീർത്തതല്ലാതെ യാതൊന്നും നടന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. 5 കോടിയിൽ എത്ര കോടി ഫോർട്ട് കൊച്ചി ബീച്ചിന് കിട്ടുമെന്ന് കണ്ടറിയണമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഇതിനു പിന്നിലെ പരിമിതികളും ഏറെയാണ്. ബീച്ചിലെ നടപ്പാതയിലെ കസേരകൾ 90% സാമൂഹ്യ വിരുദ്ധർ തകർത്തിരിക്കുകയാണ്. രാത്രിയായി കഴിഞ്ഞാൽ വഴിവിളക്കില്ലാത്തത് സാമൂഹ്യ വിരുദ്ധർക്കും ഇഴജന്തുക്കൾക്കും അനുഗ്രഹമാണ്. കരിങ്കൽ ഭിത്തി തകർന്നിരിക്കുന്നതിനാൽ കടൽവെള്ളം നടപ്പാതയിലേക്കാണ് ഇടിച്ചു കയറുന്നത്. വിരളിലെണ്ണാവുന്ന ചീനവലകൾ സംരക്ഷിക്കാൻ നടപടിയില്ല. മരത്തിന്റെ കഴ കിട്ടാത്തതിനാൽ ഇരുമ്പുകഴയിൽ നിർമ്മിക്കുമെന്നാണ് അധികാരികൾ പറയുന്നത്. എന്നാൽ ചീനവല സംരക്ഷണ കാര്യം ഇനിയും കടലാസിൽ ഉറങ്ങുകയാണ്. ബീച്ച് ശുചീകരണം പേരിന് മാത്രമാണ് നടക്കുന്നത്. ബീച്ചിൽ അടിഞ്ഞുകൂടുന്ന ചീഞ്ഞ പായലും പ്ലാസ്റ്റിക്കും ദിനംപ്രതി നീക്കം ചെയ്യാത്ത പക്ഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വിദേശികളോ സ്വദേശികളോ എത്താത്ത സ്ഥിതിയാകും. 50 കോടി മുതൽ മുടക്കി ഫോർട്ട് കൊച്ചി ബീച്ച് സുന്ദരിയാക്കാൻ അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ ആവശ്യപ്പെട്ടു. അതേസമയം ബ്രഹ്മപുരം തീപിടുത്തത്തിന് ശേഷം നഗരത്തിൽ മാലിന്യം തള്ളുന്നവരിൽ നിന്ന് കോർപ്പറേഷൻ പിഴ ഈടാക്കിയത് 1.25 കോടിയിലധികം രൂപയാണ്. 2022 മാർച്ച് 2 തീപിടുത്തത്തിന് ശേഷം മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് 1.37 കോടി രൂപയാണ് കോർപ്പറേഷൻ പിഴ ഈടാക്കിയത്. കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതായി രാത്രികാലങ്ങളിലടക്കം സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇത്രയധികം രൂപ പിഴയായി ഈടാക്കിയത്. കർശന നടപടി എടുക്കുന്നുണ്ടെങ്കിലും നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്ന രീതിയിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. നഗരത്തിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ കോർപ്പറേഷൻ കൃത്യമായി ശേഖരിക്കുന്നുണ്ടെങ്കിലും രാത്രികാലങ്ങളിൽ ആരുമറിയാതെ വാഹനങ്ങളിലെത്തി മാലിന്യം തള്ളുന്ന മനോഭാവത്തിൽ മാറ്റം വന്നിട്ടില്ല. നടപ്പാതകളിലും കാനകളിലും കനാലുകളിലും മാലിന്യം തള്ളുന്നത് കണ്ടെത്തുന്നതിനായി നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി ക്യാമറ സ്ഥാപിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടങ്ങളിൽ സൗന്ദര്യവൽക്കരണം നടത്താനും ആലോചനയുണ്ടെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. മാലിന്യം വലിച്ചെറിയുന്നവരിൽ നിന്ന് 10,000 രൂപയും ജലാശയങ്ങളിൽ തള്ളുന്നവരിൽ നിന്ന് 25,000 മുതൽ 50,000 രൂപ വരെയുമാണ് പിഴ. നഗരത്തിലെ മാലിന്യം കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ GPS സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.